ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്നോട് കുറച്ച് പേര് കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തരാനാണ്. ഞാൻ എന്നോട് ഡയറക്റ്റ് ചോദിച്ച എല്ലാവർക്കും ഓൾമോസ്റ്റ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ബട്ട് അതേ ക്വസ്റ്റ്യൻ ഇന്ന് എന്നോട് ഒരാൾ വീണ്ടും ചോദിച്ചു. പുള്ളിക്ക് അതിനുള്ള മറുപടി ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയാവുന്ന പലർക്കും ഇപ്പോഴും അതേ സംശയം ഉള്ളത് കൊണ്ട് ഞാൻ അത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഓപ്പൺ ആയിട്ട് എല്ലായിടത്തും പറയാൻ നേരം ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ചോദ്യം വേറൊന്നുമല്ല, ഞാൻ മുന്നേ നിന്ന ക്ലബ്ബ് വിട്ട സമയത്ത് എന്തുകൊണ്ടാണ് WFSK എന്ന് പറയുന്ന എൻ്റെ ഈ ക്ലബിൽ തന്നെ എത്തി? അവരത് ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, എന്നെ അറിയാവുന്നവർ തന്നെയാണ് ഓൾമോസ്റ്റ് എന്നോട് കൂടുതലും ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ മുന്നേ നിന്ന ക്ലബിൽ നിൽക്കുന്ന സമയത്ത് പല ക്ലബുകളിൽ നിന്നും എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ഈട്ടാവട്ടത്ത് തന്നെയുള്ള ഒരുപാട് ക്ലബുകളിൽ നിന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് എന്നെ ക്ഷണിച്ച ക്ലബുകളുണ്ട്. അവിടെ ഒന്നും പോകാതെ ഞാൻ ആ ക്ലബ്ബ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച സമയത്ത് എന്തുകൊണ്ടാണ് WFSK എന്ന് പറയുന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഗൻ കരാട്ടെ എന്ന് പറയുന്ന എൻ്റെ ഈ ക്ലബിൽ തന്നെ എത്തിയത്? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒറ്റ ഉത്തരേ ഉള്ളൂ. അതിന് ഏക റീസൺ എൻ്റെ ആഷിഖ് മാഷാണ്. എൻ്റെ മാഷാണ് അതിന് കാരണം. ഞാൻ എൻ്റെ മാഷിനെ ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഈ പ്രൊഫഷൻ വഴി ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്. അത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓൾമോസ്റ്റ് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. പക്ഷെ ആ സങ്കടങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മാഷിനെ ആദ്യമായിട്ട് കാണുന്നത്. മാഷിനെ കണ്ട ആ സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ നിന്ന് ആ സങ്കടം എല്ലാം പോയി. മാഷിന്റെ അടുത്ത് ചെല്ലുമ്പോ തന്നെ എനിക്കൊരു പോസിറ്റീവാ, ഭയങ്കര ധൈര്യമാണ്. എന്ത് നേരിടാനുള്ള ധൈര്യം എനിക്ക് കിട്ടും മാഷിനെ കാണുമ്പോൾ, മാഷിന്റെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ. അതാണ് എൻ്റെ മാഷി. പിന്നെ ഞാൻ എൻ്റെ മാഷിനെ കണ്ട് മാഷിന്റെ അടുത്ത് സംസാരിച്ചു. മാഷിന് എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഞാൻ പെർഫോം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഇതെല്ലാം മനസ്സിലായിട്ടും മാഷ് എന്നോട് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. മാഷ് എൻ്റെ ഓരോ രീതികളുമാണ് നോക്കിയത്. സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ മാഷിനെ കാണുന്ന സമയത്ത് എന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ മാഷിനെ ആദ്യമായിട്ട് കാണുന്ന വാടാനപ്പള്ളി മാഷിന്റെ വീട്ടിൽ ചെന്ന അന്നേരം ഞാൻ മാഷിന്റെ അടുത്തിരിക്കുമ്പോ എന്നെ അമ്മ ഫോൺ വിളിച്ചു. മക്കളെ നീ എവിടാ? ഞാൻ പറഞ്ഞു അമ്മ ഞാൻ മാഷിന്റെ അടുത്താ. ഓക്കെ ശരി, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അമ്മ. കഴിഞ്ഞു, അമ്മ ഫോൺ വെച്ചേ. ഓക്കെ, മാഷിന്റെ അടുത്ത് അത്രയും നേരം ഞാൻ സംസാരിച്ചപ്പോഴും മാഷ് എന്നോട് സംസാരിച്ചു, ഞാൻ മാഷോട് സംസാരിച്ചു. പക്ഷെ മാഷ് അതൊന്നും അല്ല നോട്ട് ചെയ്തത്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെയാ പെരുമാറുന്നേ, എൻ്റെ ഫാമിലിയിൽ ഞാൻ എങ്ങനെയാ പെരുമാറുന്നേ എന്നാണ് എൻ്റെ മാഷ് നോക്കിയത്. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ പെങ്ങള്, എൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങള് എങ്ങനെയാ അവരെ സ്നേഹിക്കുന്നത്, ഇതാണ് എൻ്റെ മാഷ് നോക്കിയത്. നമ്മൾ എത്ര പേരങ്ങനെ ചെയ്യും? സത്യം പറ. നമ്മള് എത്രയോ പേരെ എന്തൊക്കെ പഠിപ്പിക്കുന്നേ മാഷുമാരെയും ടീച്ചർമാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം വാ കൊണ്ട് പറയുക മാത്രമേ ചെയ്യൂ. നിങ്ങൾ അച്ഛനെ അമ്മയെ സ്നേഹിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ കാശ് കണ്ട മലക്കം മറിയും. എത്ര പേരെ എനിക്ക് തന്നെ അറിയാവുന്നറിയോ? ഇത്രയും വർഷം, 10-20 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് പറയുക, ഇത്രയും വർഷമായിട്ടും കാശ് കണ്ട ഈ പറഞ്ഞ ആളുകളെല്ലാം മലക്കം മറി. നമ്മള് പറയുമ്പോ എല്ലാവരും ആ ഒരു പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി പറയും. നിങ്ങൾ അച്ഛനും അമ്മയെ സ്നേഹിക്കണം, പറഞ്ഞാൽ കേൾക്കണം, അതാ ഇതാന്നൊക്കെ പറയും. പക്ഷെ ഒരു 2 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് നീ ഈ ആളെ പഠിപ്പീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഈ നീട്ടാവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ മാഷുണ്ടല്ലോ, എൻ്റെ ആഷിഖ് മാഷ് ഒറ്റ കാര്യം നോക്കൂ. നീ കരാട്ടെ പഠിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ പഠിപ്പിക്കണോ? ഞാൻ WFSK ക്ലബിൽ നിനക്ക് ജോയിൻ ചെയ്യണോ? നീ നിന്റെ അമ്മയും അച്ഛനെയും സ്നേഹിച്ചിരിക്കണം. നമ്മൾ കുഞ്ഞിലെ എഴുതി പഠിക്കും, മാതാപിതാ ഗുരുദേവം എന്നൊക്കെ എഴുതിയും പറഞ്ഞുമൊക്കെ പഠിക്കും. അത് ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് അത് അറിയെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മുടെ ക്ലബില് അച്ഛനെയും അമ്മയും, അമ്മയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാത്ത, സ്വന്തം ഉമ്മാക്ക് പ്രയോറിറ്റി കൊടുക്കാത്ത, ഒരു പേരൻസിന് പ്രയോറിറ്റി കൊടുക്കാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കില്ല. ഞാൻ
ആ മാഷിന്റെ മുമ്പിൽ ഇരുന്ന സമയത്ത് എന്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ ആ ഫോൺ വിളിച്ച സമയത്ത് ഞാൻ ആ കോൾ എടുത്തിട്ട് അമ്മ പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കല്ലേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോള് വെച്ചിരുന്നെങ്കിൽ മാഷ് തന്ന ജ്യൂസും കുടിച്ചോണം പൊക്കോണം. അതെനിക്ക് മനസ്സിലായതാ. പക്ഷെ ഞാന് എൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് എൻ്റെ മാഷിന് മനസ്സിലായി ഞാൻ എന്താണെന്ന്. അതുകൊണ്ട് എൻ്റെ ഈ WFSK എന്ന് പറയുന്ന ക്ലബിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നു ഇപ്പോഴും. എന്തൊരു കാര്യമെന്നറിയോ മാഷിന്. മാഷ് കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒരേപോലെ കാണുന്നത്. അതിനകത്ത് ജാതി മതം നിറം വ്യത്യാസം ഒന്നും എൻ്റെ മാഷ് നോക്കത്തില്ല. രാഷ്ട്രീയം വെച്ച് മാഷ് ഇതുവരെ സംസാരിച്ചിട്ടില്ല, ജാതി വെച്ച് സംസാരിച്ചിട്ടില്ല, നിറം വെച്ച് ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മളൊരു മാഷിനെ തെരഞ്ഞെടുക്കുമ്പോ നമുക്കതില് പൂർണ്ണ വിശ്വാസം വേണം. ഓക്കെ, നമ്മുടെ മാഷാണ്, നമ്മുടെ കൂടെ ഉണ്ട്, നമുക്കത് കംഫർട്ടാവുന്ന ഒരു തോന്നല്, ഒരു വിശ്വാസം വേണം. അത് ഇത്രയും വർഷവും എനിക്ക് കിട്ടാഞ്ഞത് എൻ്റെ ആഷിഖ് മാഷിൽ നിന്ന് എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. എനിക്ക് ധൈര്യമായിട്ട് മാഷോട് എന്ത് ഷെയർ ചെയ്യും. ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയുന്ന അതേ കാര്യങ്ങൾ ഞാനിപ്പോ എൻ്റെ മാഷിനോടും പറയും. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മാഷോട് പറയാനുള്ള ആ ഒരു സ്ഥാനമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ ദൈവങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന മുഖങ്ങളിൽ ആദ്യം വരുന്ന മുഖങ്ങളിൽ ഒന്ന് എൻ്റെ മാഷിൻ്റെയാ. കാരണം ഇത്രയും വർഷം എനിക്ക് കിട്ടാത്ത ഒരു ഉയർച്ചയാണ് മാഷിന്റെ അടുത്ത് എത്തി ഈ ഒരു വർഷം അടുക്കാൻ പോകുന്ന സമയം കൊണ്ട് എനിക്ക് കിട്ടുന്നത്. എന്നെ മാഷ് ദുബായില് നമ്മുടെ ക്ലബിൽ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയേ? ദുബായിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജഡ്ജായിട്ട് ഞാൻ പോയി. ഇവിടൊക്കെ എത്രയോ ക്ലബുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ലബും മറ്റ് ക്ലബുകളൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, WFSK എന്ന് പറയുന്ന ഒരു കടലാണ്. അതിനകത്ത് കായം കളിക്കുക എങ്ങനെ ഇരിക്കും, അതേപോലെ പലതും എനിക്ക് തോന്നുന്നത്. കാരണം പല ക്ലബുകളിലും പഠിക്കുന്നവര് അവിടെ പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും പ്രൊഫഷൻ കരാട്ടയായിട്ട് താല്പര്യമുള്ള കുട്ടികൾ അവിടെ തന്നെ ഒതുങ്ങിപ്പോവും. പുറത്തോട്ട് പോയി ക്ലാസ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ ഈ ക്ലബില്, WFSK എന്ന് പറയുന്ന ക്ലബിൽ പഠിച്ച് ലെവലായി നിൽക്കുന്ന ഇൻസ്ട്രക്ടർമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകണമെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യാൻ നമ്മുടെ ക്ലബുകൾ തന്നെ ഉണ്ട്. വിദേശം എത്രയോ രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് എത്ര രാജ്യങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടെന്നറിയാം. അപ്പോ എന്നെ മാഷ് ദുബായിൽ കൊണ്ടുപോയി. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദുബായി കൊണ്ടുപോയി. ഞങ്ങള് ചാമ്പ്യൻഷിപ്പ് നടത്തി, ഒത്തിരി ദിവസം അവിടെ ഉണ്ടായിരുന്നു, തിരിച്ചു വന്നു. നമ്മുടെ ദുബായ് ചീഫും എന്തൊരു സ്നേഹമെന്നറിയോ. ദുബായ് ചീഫ് എന്ന് പറയുന്നത് മാഷിന്റെ തന്നെ ഒരു അനന്തരവനാണ്, ആഷിഖെന്നാണ് ആ സെൻസയുടെയും പേര്. ഖത്തർ ചീഫ് വിനുമാഷ് എന്തോ ഒരു സ്നേഹമാണെന്നറിയാവൂ. ഇവരോടൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ സീതമോക്ക. എന്തോ ഒരു സ്നേഹമാണെന്നറിയാം. അതേപോലെ മാഷുമാർക്കും ഞങ്ങളോടും കുഞ്ഞുങ്ങളോടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയില്ല, ബഹളമില്ല, തമ്മിത്തല്ലില്ല, അത് ഇത് ഇതൊന്നുമല്ല. എല്ലാരും ഒത്തൊരുമയാണ്. ഞങ്ങളുടെ ക്ലബ്ബ് ഫുൾ ഒത്തൊരുമയാണ്. ആരേലും ഒരു തെറ്റ് കാണിച്ചാൽ അന്നേരം അവൻ ക്ലബിൽ നിന്ന് പുറത്താ. അതാണ് നമ്മുടെ ഈ ക്ലബിൽ ഞാൻ എത്തിയതും എനിക്കിപ്പോ ഇത്രയും സ്നേഹം. എൻ്റെ മാഷിന് വേണ്ടി മരിക്കാൻ വരെയാണ് തയ്യാറ്. അത്രയ്ക്ക് തൻ്റെ ആളുണ്ട്. കാരണം എനിക്കൊരു പ്രശ്നമെന്ന് എൻ്റെ മാഷിനെ വിളിച്ചു പറഞ്ഞാൽ അതിന് ഉടനെ സൊല്യൂഷനാണ്. സത്യം, എൻ്റെ മാഷ് ഇപ്പോഴും എൻ്റെ മാഷ് എപ്പോഴും നാട്ടിലില്ല. പക്ഷെ നാട്ടിലുള്ള സമയത്ത്, നാട്ടിൽ അവൈലബിൾ ആയ സമയത്ത്, വാടാനപ്പള്ളി വീട്ടിലുള്ള സമയത്ത് എന്ത് കാര്യത്തിന് പുറത്തിറങ്ങിയാലും മാഷിന്റെ ഉമ്മായെ കണ്ട് മുത്തം കൊടുത്തിട്ടേ മാഷ് വീടിന് പുറത്തിറങ്ങും. കിടക്കുന്നതിന് മുമ്പേ മുത്തം കൊടുത്തിട്ടേ കിടക്കും. ഇന്ന് ഈ പ്രായത്തിൽ ആ ഉമ്മായൊക്കെ ഒന്ന് കാണണം. എൻ്റെ ദൈവമേ, എന്തോ ഒരു ഭംഗിയും എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ. നമുക്ക് ആ ഉമ്മയെ അങ്ങ് കൊണ്ട് നടക്കാൻ തോന്നും. അത്രയ്ക്ക് സ്നേഹമുള്ള ഉമ്മയത്. അത് ഉമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നടക്കാനൊക്കെ. പക്ഷെ നമ്മളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മയുടെ സ്നേഹം ഒന്ന് കാണണം. സ്വന്തം ഫാമിലി അല്ല, മക്കളെ നിങ്ങൾ പോണ്ട, ഇവിടെ നിൽക്കി, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. ആ ഉമ്മക്ക് അത് പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. ഇത്രയും വലിയൊരു ഗ്രാൻഡ് മാസ്റ്റർ അമ്മയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര എല്ലാവർക്കും എന്തൊരു സ്നേഹമെന്നറിയാവോ. ആരോട് എന്ത് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ക്ലബില് ഒരാള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നമില്ല, തമ്മിലടിയില്ല. നിനക്ക് എന്തറിയാവോ അത് നീ എനിക്ക് പറഞ്ഞാൽ എനിക്കറിയാവുന്ന നിനക്ക് പറഞ്ഞുതരാം. പരസ്പരം അതാ എന്റെ പോസിറ്റീവ് ഇതാണ്. ഞാൻ എൻ്റെ മാഷി എന്നെ, എൻ്റെ ഫാമിലി, ഞങ്ങളുടെ ക്ലബിനെ എല്ലാം ചേർത്ത് ഒരേപോലെ നിർത്തുന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു മാഷി, എനിക്ക് എന്ത് മാഷോട് ഷെയർ ചെയ്യാനുള്ളൊരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട്, മാഷ് പൊന്നെ പോലെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഞാൻ WFSK എത്തിയത്. ഇപ്പൊ നാട്ടിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് പോകണം, പക്ഷെ എനിക്ക് പുറത്ത് പോയി ക്ലാസ് എടുക്കാൻ ഞാൻ അതിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ മാഷി എന്നെ ഇവിടുന്ന് ഏതൊക്കെ ഏത് രാജ്യത്താ പോകണ്ടേ നമ്മുടെ ക്ലാസ്സുള്ള അങ്ങോട്ട് പൊക്കോന്ന് പറയും. അത് എന്നെ മാത്രമൊന്നല്ല, നമ്മുടെ ക്ലബിൽ നിൽക്കുന്ന ആരെ പുറത്ത് പോയി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ രാജ്യത്ത് ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോയി നീ ക്ലാസ് എടുത്തോ, നിനക്ക് മാസം ഇത്ര രൂപ ശമ്പളം. എന്തല്ലേ ഇവിടെ എത്ര പേർക്ക് ഉണ്ടത്. എത്രയോ പേര് കരാട്ടെ ജീവനായിട്ട് കൊണ്ടു നടന്നിട്ട് ഇട്ടാവട്ടത്ത് പറ്റീരും പറ്റി കിടക്കുന്നു. നമ്മുടെ ക്ലബ്ബ് അങ്ങനെയല്ല. ഞാൻ ഒരുപാട് വർഷങ്ങൾ പറ്റിക്കപ്പെട്ടു. എന്തേ ഞാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മാഷിന്റെ കയ്യിൽ എത്തിയില്ല എന്നാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. കള്ളം പറഞ്ഞതല്ല. കണ്ട, ഇത് എൻ്റെ കുന്നിക്കോടത്തെ ക്ലാസിന്റെ നോട്ടീസാ. ഇതിനകത്ത് ഇപ്പോഴും എഴുതിയിട്ടുണ്ട്, നമ്മളെ അടുത്ത് വിജയകരമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് WFSK. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തൻ്റെ ഇടത്തോടെ ഈ ക്ലബിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ക്ലബ് ഉണ്ടെന്നും പറഞ്ഞു. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ WFSK എന്ന് പറയുന്ന ക്ലബിൽ എത്തിയതും എൻ്റെ മാഷിന് വേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കുന്നു. അത് ഞാൻ എന്തിനും, എൻ്റെ മാഷിന് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. ഇതാണ് എൻ്റെ റീസൺ. ഓക്കെ.